ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ചിന്തിക്കാനുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അല്ലാതെ വെറുതെ നിങ്ങള് കേട്ടുകാണ്ട് അങ്ങോട്ട് പോകരുത്. സംഭവം ഖമറുദ്ദീനിക്കാന്റെ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞതാണ്. ഇപ്പോ നിയമസഭാ ഇലക്ഷൻ ആണല്ലോ, അപ്പം വളരെ ചുരുക്കി അതിന്റെ വിഷയം എന്താണ് എന്നുള്ളത് പറഞ്ഞുതരാം. അതായത് തമിഴ്നാട്ടിലെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മുസ്ലിം ലീഗും SDPയും ഒക്കെ ഒരമ്മ പെറ്റ മക്കളെ പോലെ കട്ടക്ക് കൂടെ നിന്ന് പ്രവർത്തിക്കുകയാണ്. പക്ഷെ ഇങ്ങ് കേരളത്തിലെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഖമറുദ്ദീനിക്ക് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ചിന്തിക്കാനുള്ളതാണ്, വെറുതെ കേട്ടുകാണ്ട് അങ്ങോട്ട് പോകാനുള്ളതല്ല, ചിന്തിക്കാനുള്ള വിഷയമാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഈ ഒരു വിഷയം ഒരുപാട് പേർക്ക് വിയോജിപ്പ് ഉണ്ടാവുക കേട്ടോ. ചിലപ്പോൾ സപ്പോർട്ടിനേക്കാളും കൂടുതൽ വിയോജിപ്പായിരിക്കാം. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിരുത്തി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്കും അതിൻ്റെ ഒരു ഉത്തരം കിട്ടും. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞാനിവിടെ ഒന്ന് കേൾപ്പിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, ആ ഒരു അഭിപ്രായം എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ എപ്പോഴും പറയുന്നു, ഇതില് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഈ ഒരു വിഷയത്തെ സപ്പോർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷെ എന്നാലും നിങ്ങളൊന്ന് കേട്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഖമറുദ്ദീനാണ്, ചെന്നൈയിൽ നിന്ന്. വിഷയം: കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും SDPയും രാഷ്ട്രീയ പാർട്ടികളാണ് കേരളത്തിലെ. അവിടെ ഇരിക്കട്ടെ. ആ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാർ ഒഴികെയുള്ള അണികളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇത് സൗഹൃദപരമായിട്ടാണ്, ഭീഷണിയല്ല, എന്താ പറയുക, പരഭീഷണിയല്ല. അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. നമ്മളെല്ലാവരും ഒന്നാണ്, മനുഷ്യരാണ്. ആശയങ്ങൾ പലതും ഉണ്ടാകും, പല ആശയങ്ങൾ. നിങ്ങൾ വിശ്വസിക്കുന്ന ആശയത്തെ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പോരാടിക്കോ, അതാണ് ഒരു സത്യം. എനിക്ക് പിന്നെ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് വലിയ അറിവൊന്നുമില്ല, നമ്മൾ ചെറിയ ശിശുവാണ്. എന്നാലും ഈ തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ വരുന്ന 23-ാം തീയതി വ്യാഴാഴ്ച ഈ തമിഴ്നാടിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വമാണ് തമിഴ്നാട് നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ MK സ്റ്റാലിനാണ് മുഖ്യമന്ത്രി. ഇപ്പോൾ ഇലക്ഷൻ എന്താ പറയുക, ഈ വരുന്ന 23-ാം തീയതി ഇലക്ഷനാണ്. അപ്പോൾ ആ DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഘടകകക്ഷികൾ എന്ന് പറയുന്നത് കുറഞ്ഞത് കുറച്ച് ഘടകകക്ഷികളുടെ പേര് ഞാൻ പറഞ്ഞത്, എല്ലാം അറിയില്ലെങ്കിലും CPIM, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, SDPI 4 രാഷ്ട്രീയ പാർട്ടികളാണ് സുഹൃത്തുക്കളെ. പിന്നെ ഇവിടെ ഒരുപാട് വേറെ രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് ഘടകകക്ഷികളായിട്ടുണ്ട് കേട്ടോ, അതവിടെ ഇരിക്കട്ടെ. കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മുസ്ലിം ലീഗും SDPയും ഇവിടെ ഒരു അമ്മ പെറ്റ മക്കളെ പോലെയാണ്, ഒരു അമ്മ നൊന്ത് പ്രസവിച്ച മക്കളെ പോലെയാണ്. അവരൊന്നാണ്. അവർ ഒരു പാത്രത്തിൽ നിന്നും ഭക്ഷണം കഴിക്കും. നേതാക്കളാട്ടോ, ഒരു പാത്രത്തിൽ നിന്നും ഭക്ഷണം കഴിക്കും. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരനും മുസ്ലിം ലീഗുകാരനും SDPIക്കാരനും വോട്ട് ചോദിക്കാൻ പോകും. SDPIക്കാരന് വേണ്ടി ഈ പറയുന്ന മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ചോദിക്കാൻ പോകും. കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ടി SDPIയും കോൺഗ്രസും ലീഗും വോട്ട് ചോദിക്കാൻ പോകും. മുസ്ലിം ലീഗിന് വേണ്ടി ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റും ഈ പറയുന്ന SDPIയും ഈ പറയുന്ന കോൺഗ്രസും വോട്ട് ചോദിക്കാൻ പോകും. ഇവിടെയൊക്കെ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ മുന്നോട്ട് പോകണം. ഈ രാഷ്ട്രീയ പാർട്ടി തന്നെ നമ്മുടെ നാട്ടിലും അല്ലെ, കർണാടകയിലും അത് തന്നെയല്ലേ. ഇന്ത്യയിലെ 28 സ്റ്റേറ്റിലുണ്ടല്ലോ DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി തമിഴ്നാട്ടിനകത്താണ്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രാജ്യത്തിന്റെ നട്ടലാണ്. ആ രാഷ്ട്രീയ പാർട്ടിയെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന. രാഷ്ട്രീയ പാർട്ടി തകരരുത്, അത് വേറെ വിഷയം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരിക്കലും തകർന്നു പോകരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയൊക്കെ തകർന്നാൽ രാജ്യം തകർന്നു എന്ന് വേണം പറയാൻ. അതൊക്കെ പറയേണ്ടത് ഉള്ളത് ഓപ്പണായിട്ട് പറയും. ഇപ്പോ പറയാൻ കാരണം ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI എന്ന് പറയുമ്പോൾ 28 സ്റ്റേറ്റ് 28 സെറ്റപ്പ് അല്ലല്ലോ, എല്ലാം ഒന്നാണല്ലോ അല്ലേ. ആ പാർട്ടിക്ക് വേണ്ടി ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും മറ്റുള്ള ലീഗുകാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രചാരണം നടത്തുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഇപ്പോഴുള്ള രാഷ്ട്രീയക്കാർ, കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി കോൺഗ്രസും ലീഗും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ നല്ല പോലെയുള്ള ഐക്യത്തോടെ കൂടിയുള്ള പ്രചാരണങ്ങളാണ്. ഇവിടെയൊക്കെ ഒരു അമ്മ പെറ്റ മക്കളാണ് സുഹൃത്തുക്കളെ. ഇവിടെയൊക്കെ ഒരു അമ്മ പെറ്റ മക്കളെ പോലെയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഒത്തൊരുമയോടെ, സ്നേഹത്തോടെ, ഐക്യത്തോടെ. ഫാസിസ്റ്റുകൾക്കെതിരെ പ്രചരണം നടത്തണം. രാജ്യത്തെ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നവർക്കെതിരെ നമ്മൾ ഒന്നിക്കണം എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഈ പറയുന്ന തമിഴ്നാട്ടിൽ. അതുപോലെ തന്നെയാണ് കേരളത്തിലും. കേരളത്തിലാണെങ്കിലോ അവിടെ 4, 5 സെക്ഷനാണ്. ഒരു അമ്മ പെറ്റ മക്കളെ പോലെയാണ് പോകേണ്ടത്. ഒരുപാട് അമ്മ പെറ്റ മക്കൾ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതായി. വിഷമമുണ്ട് പറയാണ്. അണികളോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കൽ കൂടി ആവർത്തിക്കാനുള്ളത്, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മുസ്ലിം ലീഗും SDPയും തമിഴ്നാട്ടിൽ ഒരു അമ്മ പെറ്റ മക്കളെ പോലെയാണ്. എന്നെ ആരും പൊങ്കാലിടാൻ വേണ്ട, ഞാൻ ഉള്ളത് പറഞ്ഞതാണ്. ഇത് നുണയല്ല, സത്യമാണ്. ചാനലുകാർ പറഞ്ഞാൽ നിങ്ങൾ അതിനെ കാര്യമാക്കില്ല. ഇന്ന് ചാനലിൽ വന്ന വാർത്തയിൽ ഒരു ചാനലിലും ഒരു അഭിപ്രായങ്ങളും ഒരു രാഷ്ട്രീയ പാർട്ടികളും വിട്ടിട്ടില്ല. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികളെ സ്നേഹിക്കുന്ന ഒരു അണികളും റിപ്പോർട്ടർ ചാനലുകൾ എന്ന് പോയി ഓരോ പ്രതിനിധികളോട്, തമിഴ്നാട്ടിലെ നിയമസഭയിലേക്ക് മത്സരിക്കുന്ന പ്രതിനിധികളോട് സംസാരിച്ചപ്പോൾ അത് ചാനലുകൾ പോലും പുറത്തുവിട്ട് വലിയ വാർത്തയൊന്നാക്കുന്നില്ല. ഒരുപാട് ആരും അഭിപ്രായം പറയുന്നില്ല. ഇവിടെ നീ സുഡാപ്പിയാണ്, നീ സംഖ്യ, നീ കമ്മിയാണ്, നീ കൊങ്ങി, നീ മൂരിയാണ് എന്നും പറഞ്ഞ് തമ്മിൽ തല്ലാണ്. ഇവിടെ സംഖ്യകൾ ഒഴികെ, അതും പറഞ്ഞുതരാം, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ ഒന്നാണ്. പക്ഷെ അവിടെ 5 രാഷ്ട്രീയ പാർട്ടികളാണ്. അപ്പൊ അണികളോട് എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ കണ്ടുപഠിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആശയത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നല്ല പ്രവർത്തനം കാഴ്ചവെക്കുക. പൊതുജനങ്ങളെ വെറുപ്പിക്കാതിരിക്കുക, ഗുണ്ടായിസം കാണിക്കാതിരിക്കുക. നല്ല പ്രവർത്തനം കാണിച്ച് നാടിനും രാജ്യത്തിനും ഒക്കെ മാതൃകയാവണം. നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം. പക്ഷേ ജനാധിപത്യത്തിലും മതേതരത്തിലും മതസൗഹാർദ്ദത്തിലും വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളും ഐക്യത്തിലും വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളും തകരരുത് എന്ന് ചിന്തയുള്ളതാണ് ഞാൻ. നമ്മളെല്ലാവരും ഒന്നാ. ഇപ്പോൾ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും എന്താ പറയുക, മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും ശരീരത്തിൽ ബ്ലേഡിട്ട് വലിച്ചു കഴിഞ്ഞാൽ മുസ്ലിമിന്റെ പച്ചയും ഹിന്ദുവിന്റെ എന്താ പറയുക ചുവപ്പും ക്രിസ്ത്യാനിന്റെ വേറെ വെള്ളയൊന്നും വരില്ല. ബ്ലഡ് എല്ലാം ഒന്നാണ്. നമ്മളൊക്കെ ഒരു അമ്മ പറ്റ മക്കളെ പോലെ പരമാവധി എല്ലാവരും മുന്നോട്ട് പോകണം. ഉദാഹരണം തമിഴ്നാട് കണ്ട് പഠിക്കണം എന്ന് ജസ്റ്റ് ചുരുക്കം പറഞ്ഞതാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. ഓക്കെ, എന്നാൽ നന്ദി, നമസ്കാരം.